RS ഫുട്ബോൾ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ക്ലബ് വേൾഡ് കപ്പിലെ സെക്കൻഡ് സെമിഫൈനൽ മത്സരത്തെ കുറിച്ചാണ്. റയൽ മാഡ്രിഡ് vs PSG മത്സരത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു. എന്താടാ ഒരു തലയാട്ടല്? നിങ്ങള് ഇന്റർ മിയാമി ഇതിനേക്കാളും ബെറ്റർ എന്നുള്ള ഇതിലാണെന്നല്ല ഒരു തലയാട്ടല്. അതെ, സത്യമാണ്. പ്രൗഡ് ടു ബി ഇൻ ദാറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാ. അപ്പോ ഇന്റർ മിയാമി 4-0 PSG തോറ്റപ്പോ ഒരുപാട് ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ റയൽ മാഡ്രിഡ് 4-0 പരാജയപ്പെട്ടിരിക്കും. അതും എക്സാക്ട്ലി ഒരു ഡൊമിനേഷൻ എന്ന് പറഞ്ഞാൽ PSG ഭാഗത്തു നിന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ തീർത്തു. 3-0 റയലിനെ അങ്ങോട്ട് ഇല്ലാതാക്കി തന്നെ പറയാം. ഫസ്റ്റ് ഹാഫില് റയല് 95 പാസ് നോക്കണെങ്കിൽ 95 പാസുകൾ ചെയ്തിട്ടുള്ളൂ. അതാണ് ആലോചിക്കേണ്ടത്. 398 പാസുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോ 398 പാസുകൾ PSG കംപ്ലീറ്റ് ചെയ്തപ്പോ ഡബിൾ പ്ലസ് 3 അങ്ങനെ സംതിങ് 95 പാസസ് മാത്രമാണ് റയൽ മാഡ്രിഡ്. അപ്പൊ അത്രത്തോളം ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കളി തുടങ്ങിയിട്ട് 4 മിനിറ്റ് ആവുമ്പോഴേക്കും 2 കിടിലൻ ചാൻസുകളാണ് PSG കോർട്ടുവ തടഞ്ഞിട്ട്. PSG 2 കിടിലൻ, അത് ഫാബിയൻ റൂയിസിന്റെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ഡെംബെല്ലയുടെ അതോ ഗുവേന്റെ ആയിരുന്നു, എനിക്ക് തോന്നുന്നു കവരാസ്കി എന്തുകൊണ്ട് ആരൊരാള് അങ്ങനെ 2 കിടിലൻ ചാൻസുകൾ സേവ് ചെയ്തു. അത് കിടിലൻ സേവുകളായിരുന്നു. ഗോൾ എന്ന് ഉറച്ചത്. അതിനുശേഷം 6-ം മിനിറ്റില് ഗോള് 24 മിനിറ്റ് ആകുമ്പോഴേക്കും 3 ഗോള് വീണ് കഴിക്കും. അത് രണ്ടും റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് ഭയങ്കര 2 മിസ് തന്നെ പറയാം. ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് ഭയങ്കര നിരാശയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒന്നിലെ റയൽ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ PSG ഒരു 6-7 ഗോൾ അടിക്കും, ഒരു നല്ല ഒരു കംബാക്ക് ഒക്കെ പ്രതീക്ഷിച്ചു റയൽ മാഡ്രിഡ്. ഒരു റെമോണ്ടാഡ ഇല്ല. ഒരു അതെന്താ PSG സംബന്ധിച്ചിടത്തോളം എതിർ ടീമിന് ലൂയിസ് എൻട്രിക്കിന്റെ ഒരു ഇത് പറഞ്ഞാൽ എതിർ ടീമിന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് തോന്നുന്നു ഇന്ന് 4 ഗോളിന്. അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു എന്താ റയലിന്റെ കളി എന്ന് പറഞ്ഞാല് ഇത് ആഞ്ചലോട്ടിയുടെ റയലിനെക്കാളും മോശമായി തന്നെ പറയാം. ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ 95 പാസുകൾ മാത്രം നടത്തിയിട്ടുള്ള പറയുമ്പോ അവരുടെ ഒരു അപ്പൊ ബോളേ കയ്യിൽ കിട്ടിയിട്ടില്ല. അതെന്താ പറയല്, റയൽ മാഡ്രിഡ് ഇങ്ങനെ പ്ലേയേഴ്സ് ഇങ്ങനെ ബോള് PSG കയ്യിൽ നിൽക്കുമ്പോൾ ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അവന് ഫ്രണ്ട് ത്രീയില് നോക്കുകയാണെങ്കിൽ റയലിന്റെ ഫ്രണ്ട് ത്രീയില് എംബാപ്പെ ഉണ്ട്, ഗൊഞ്ചാലോ ഗ്രാസിയ, വിനി ജൂനിയർ. ഇതൊക്കെ വെച്ചിട്ട് എന്ത് കാര്യം? ഇവർക്ക് ആർക്കും ഒരു ടച്ച് പോലും കിട്ടിയില്ല. അത്രയ്ക്ക് ബോളൊക്കെയാണ് എംബാപ്പെ ജസ്റ്റ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ എന്താ പറ്റിയെന്ന് ഒന്നും മനസ്സിലാവും. അവർ പക്ഷെ 24 മിനിറ്റ് കൊണ്ട് തന്നെ റയൽ ഇല്ലാതായി. ഒരു കംബാക്കിന് ഒന്നും ശ്രമിച്ചു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അങ്ങനെ ശ്രമിച്ചെങ്കിലും പക്ഷെ PSG ഡിഫൻസ് പോലെ അതിലൊരു രക്ഷയില്ല. കട്ടി മാർക്കിനസ് ആയിക്കോട്ടെ, ന്യൂനോ മെൻഡിസ് ആയിക്കോട്ടെ, ഹക്കീമി ആയിക്കോട്ടെ. ഹക്കീമി അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നീ, കഴിഞ്ഞ കളിക്ക് ഇവരുടെ സ്ട്രൈക്കർ റോളില് ഡെംബലാണ് കളിക്കുന്നത് ഇന്നത്തെ കളിയിൽ. കഴിഞ്ഞ കളിക്ക് അതേപോലെ ഇങ്ങനെ ബാർക്കോള ആരെങ്കിലും ആയിരിക്കും സ്ട്രൈക്കർ റോളിൽ വരുന്നത്. പക്ഷെ അവര് സ്ട്രൈക്കർ റോളിനെ ചെയ്യും. സ്ട്രൈക്കർ റോൾ ചെയ്യുന്നത് ഈ മിഡ്ഫീൽഡർമാരില് ആരെങ്കിലും ഒരാള്. കഴിഞ്ഞ കളിക്ക് ചെയ്തത് നവാസ് ആണ്. അപ്പൊ ആൾ കയറി 2 ഗോൾ അടിക്കുകയും ചെയ്തു. ഇന്നത്തെ കളിയിൽ ഫാബിയൻ റൂയിസ് ആണ് സ്ട്രൈക്കറായിട്ട് റോളിൽ വരുന്നത്. അവൻ 2 ഗോളും അടിച്ചു. അത് ശരിക്കും നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഇതിന് മുമ്പത്തെ കളി ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഹക്കീമായിരുന്നു ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാബിയൻ റൂയിസ് ഒന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാതെ 2 ഗോള്, സുന്ദരമായ 2 ഗോള് മാനത്തിന് ശേഷം നോക്കി. അപ്പോ എന്തായാലും PSG ഇങ്ങനെ പോകണമെങ്കിൽ 2-3 സീസണിൽ കത്തിക്കാറും വലിയ യാതൊരു സംശയമില്ല. ആരായിരിക്കും തടയാനുണ്ടാവുക? റയൽ മാഡ്രിഡ് സ്പെയിനിന്റെ ഏറ്റവും വലിയ ടീമിനാണ്. 15 UCL ടീം ഒരു UCL ടീമിന്റെ അടുത്ത്. അത് പറഞ്ഞ കാര്യമില്ല. അതൊക്കെ ഒരു പഴയ കാലം. ഇപ്പൊ പുതിയതിലേക്കാണ് നോക്കുന്നത്. ഇനിയിപ്പോ വരുന്ന ഫ്യൂച്ചർ 1-2 സീസണുകളിൽ എന്തായാലും നല്ല ഫൈറ്റ് PSG ഭാഗത്ത് കുറെ ട്രോഫികൾ വാരിക്കൂട്ടും. അതിൽ യാതൊരു സംശയമില്ല. ഇനി അവർക്ക് ഇനിയുള്ളത് ക്ലബ് വേൾഡ് കപ്പുമായി. ഇനിയുള്ളത് UEFA സൂപ്പർ കപ്പ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ കപ്പ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി തേടുകയാണെങ്കിൽ ഇവര് ഇപ്രാവശ്യം ഇതിനു മുമ്പ് ഇതൊക്കെ ട്രോഫികൾ നേടിയിട്ടുള്ള ബാഴ്സലോണയും ബായൺ മ്യൂണിക്കാണ്. പെപ്പിന്റെ കീഴിൽ 2009 അതുകൊണ്ട് ഈ ട്രോഫികളെല്ലാം വാരിക്കൂട്ടിയിട്ടുണ്ട് ബാഴ്സ. അതേപോലെ 2020 ഹൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബായൺ മ്യൂണിക്ക് ഇതേപോലെ എല്ലാ ട്രോഫികളും വാരിക്കൂട്ടിട്ടുണ്ട്. അതേപോലെ ഒരു സീസൺ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ പോർച്ചുഗൽ താരങ്ങളായ ന്യൂനോ മെൻഡിസ്, വിറ്റിന, നവാസ്, റാമോസ് ഇവർക്ക് ഈ സീസൺ കഴിയുമ്പോഴേക്കും ഇനി സൂപ്പർ കപ്പും ഇന്റർനാഷണൽ കപ്പും എല്ലാം കൂടി നേടിക്കഴിഞ്ഞാല് 8 ട്രോഫികളാണ്. അപ്പൊ ഈ 8 ട്രോഫികൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഡെംബെല്ലയുടെ ബാലൻഡിയറിന്
ഇവര് ഒരു ഇവരായിരിക്കും അതിന് ഓപ്പണന്റ് ആയിട്ട് വരാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെ, ഇത് ഇതേപോലെ മുമ്പുണ്ടായിട്ടുണ്ട്. ഈ 2009 ബാഴ്സലോണ നേടിയപ്പോ മെസ്സി, ഇനിയസ്റ്റ, സാവി 3 പേരായിരുന്നു ബാലൻഡിയറിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് ഓഫ് ദ സീസൺ അങ്ങനെ റഫീനിയ, യമാൽ, പെഡ്രി. അപ്പോ റയല് ഇതോട് കൂടിയിട്ട് റയൽ മഡ്രിഡിന്റെ ഈ സീസണില് ചാമ്പ്യൻസ് ലീഗ് പോയി, സ്പാനിഷ് സൂപ്പർ കപ്പ് പോയി, ലാ ലീഗ് പോയി, കോപ്പ ഡെൽ റേയിൽ പോയി, സൂപ്പർ കപ്പ് പോയി, ക്ലബ് വേൾഡ് കപ്പ്. ഇതായിരുന്നു അവസാന കച്ചിത്തുരുമ്പ്. ഈ സാവി അലോൺസോ വന്ന ശേഷം തോൽക്കാതെ 3 കളി വിജയവും ഒരു സമനിലയൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷെ കിട്ടിയ പണി 8ന്റെ പണി എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോ ഇനി PSG വിസസ് ചെൽസി മത്സരമാണ്. പക്ഷെ ചെൽസി ഇതിനേക്കാളും ബെറ്റർ ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. ഇങ്ങനെ എന്തായാലും ആവും. എന്തായാലും ചെൽസിന്റെ ഭാഗത്ത് നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഹാഫിൽ തന്നെ റയലിന്റെ കളി അത്രയ്ക്ക് അങ്ങോട്ട് അവര് കളിക്കാൻ 95 പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗോൾ കീപ്പർ ഇട്ട് കൊടുക്കുന്ന പാസ് തന്നെ ചിലപ്പോൾ ഒരു 10 ഉണ്ടാവും. ബാക്കി 95 85 പാസ് ആണ് ഇവര് മൊത്തം നടന്നത്. അത് ഡിഫൻസിന്റെ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന സാധനം റയലിന്റെ ഇന്നത്തെ ഒരു ഗ്രൗണ്ടിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മിഡ്ഫീൽഡിൽ വരുന്ന പ്ലെയർ ഒക്കെ ഔട്ട് ഓഫ് ദി ബോക്സിൽ തന്നെ ഫുൾ അടിയാണ്. ഓഫ് ദ ബോൾ ആയിക്കോട്ടെ, ഓൺ ദ ബോൾ ആയിക്കോട്ടെ, ഇവരിങ്ങനെ നിന്ന് കളിക്കണ്ട. അതില് ചെറിയ ചെറിയ നീക്കങ്ങളൊക്കെ ബെല്ലിംഗ്ഹാമിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതേപോലെ വിനീഷ്യസ് ജൂനിയറിനൊക്കെ 2-3 ചാൻസുകൾ എംബാപ്പയ്ക്ക് കൊടുക്കുന്ന ചാൻസുകൾ ഡയറക്റ്റ് അടിച്ച് PSG ഡിഫൻസീവ് പറഞ്ഞാൽ കട്ടിയാണ്. അവരുടെ 1-to-1 മാൻ മാർക്ക് ചെയ്ത് കളിക്കാതെ PSG ഡിഫൻസിനെ മുറിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്തു പറയുന്നത് കവരാസ്കി. ഈ ചങ്ങായി ഡിഫൻസിൽ വന്നിട്ടാണ് ബോൾ എടുത്തിട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ന് ഗോളുകളൊന്നും അടിച്ചില്ല, 2 അടിപൊളി ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോളുകൾ അടിച്ചില്ലെങ്കിലും ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് PSG ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ട്. 2 പ്ലേയേഴ്സ് ആണ് റയലിന്റെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്താണ് ഇവിടെ ഡെംബലിയും അതേപോലെ ഇന്ന് ചെറിയൊരു മംഗലായിരുന്നു. എനിക്ക് അത്ര വലിയ കളി കാണാൻ പറ്റില്ല. ഡുവന് ആകെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് അങ്ങോട്ട് ബോൾ തട്ടിക്കൊണ്ടു പോണ പോലെ കൊണ്ടുപോയിട്ട് പാസ് ഇട്ട് കളിച്ച് അങ്ങനത്തെ ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോ ലൂക്കാ മോഡ്രിച്ചിന്റെയും അതേപോലെ ലൂക്കാസ് ബാസ്കറ്റിന്റെയും അവസാന മത്സരമാണ് റയലിന് വേണ്ടിയിട്ട്. അവര് ഫൈനലിൽ കപ്പടിച്ചിട്ട് ഒരു നല്ലൊരു ട്രിബ്യൂട്ട് കൊടുക്കാന്നൊക്കെ ആയിരുന്നു റയൽ മഡ്രിഡ്. പക്ഷെ കഴിഞ്ഞില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ ഏകദേശം 6ാമത്തെ പ്രഡിക്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി സൂപ്പർ കമ്പ്യൂട്ടർ ആണോ റൈഹാനാണ് വിജയിക്കാൻ നോക്കുക. സൂപ്പർ കമ്പ്യൂട്ടർ ചെൽസി ആണ് പറഞ്ഞിട്ടുള്ളത്. നീയും PSG ആണ്, ഞാനും PSG തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആരായിരിക്കും കണ്ടറിയാം. അതിന് വരുന്ന ഫൈനലില് എന്തായാലും ഒരു തീപ്പാറി മത്സരം തന്നെ. ഇത്ര ഇങ്ങനത്തെ ഒരു മത്സരം, ഇത് സെമിഫൈനൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഇന്നൊരു 11 മണിയാകുമ്പോൾ വേണ്ടി കാത്തിരുന്നാണ് റയലും PSG. ഒരു നല്ലൊരു മത്സരം. അതെ, ഒരു ഗോള് പോലും അടിക്കാതെ 4-0 പരാജയപ്പെട്ടതെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. എൽ ക്ലാസിക്കോ ബാഴ്സലോണ ആയിട്ടുള്ള അടിയറവ് വെച്ച അതേ അവസ്ഥയിൽ എന്താണ്, ലൂയിസ് എൻട്രിക്ക് ഒരു കൂളറാണ്. ആള് ബാഴ്സയുടെ കോച്ചായിരുന്നു, അതേപോലെ ബാഴ്സയുടെ പ്ലെയർ ആണ്. ആള് ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് റയൽ മഡ്രിഡിനെതിരെ കളിക്കുന്നത് ആൾക്കൊരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ പോലെയാണ്, അതേപോലെ ത്രില്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആള് പണി കൊടുത്തു. ഇന്ന് 3ാമത്തെ ഗോൾ അടിച്ചത്, അത് PSG 3ാമത്തെ ഗോൾ, അത് എവിടെയെങ്കിലും ഇതിനു മുമ്പ് കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നി, ഞാൻ ആ കളി കഴിഞ്ഞ് നിന്റെ അടുത്ത് പറഞ്ഞത്, വേൾഡ് കപ്പില് 2022 വേൾഡ് കപ്പില് രണ്ടാമത്തെ ഗോള് ഡീമർ അടിക്കുന്ന ഗോള് മക്കലിസ്റ്ററിനോട് പാസ്, മെസ്സിയിലൂടെ ശരിക്കൊരു വീഡിയോ ഗെയിം പോലുള്ള അതേ എനിക്കത് ഇന്നൊരു സാമ്യം തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് പറയാം. അങ്ങനെ സാമ്യം തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ഇനി ചെൽസി ആയിട്ടാണ് PSG കളി. എന്തായാലും ചെൽസി കുറച്ച് മെനക്കെടേണ്ടി വരും PSG കൂടെ ജയിക്കണമെങ്കിൽ. ഇവര് സെക്കൻഡ് ഹാഫിൽ എന്താ കാണിച്ചതെന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഹാഫിൽ കറക്റ്റ് ആയിട്ട് ഇവർക്ക് പരിക്കുകളും കൂടുതൽ കാർഡുകളൊന്നും വരാതെ റയൽ മഡ്രിഡിനെ കറക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് അതേപോലെ കിട്ടിയ അവസരങ്ങൾ കൗണ്ടർ ചെയ്ത് എല്ലാവരും ഇപ്പോ കവറാസ്കലിനെ എല്ലാവരെയും മാറ്റി അവര് ഒരു ഫൈനലിലേക്ക് വേണ്ടി ഗൊഞ്ചാലോ റാമോസ് അല്ലേ? റാമോസാണ് ഗോൾ അടിച്ച അവസാനത്തെ ലാസ്റ്റ് ഗോള്. അതെ, റാമോസ് അങ്ങനെ 4ാമത്തെ ഗോൾ അടിച്ചു. റയലിന്റെ നെഞ്ഞത്തുള്ള അവസാന താണി അടിച്ചിട്ടാണ് PSG വിട്ടത്. മതി, അവർക്ക് 4 ഗോളിന്റെ ഒരു ആധികാരിക വിജയം നേടിക്കഴിഞ്ഞു. ലൂയിസ് എൻട്രിക്കിന് ഈ സീസണിൽ ഈ കപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്നത് ഫിഫയുടെ സൂപ്പർ കപ്പ് ഉണ്ട്, ഇന്റർനാഷണൽ കപ്പ് ഉണ്ട്. ഇതേപോലെ 3ാമത്തെ കോച്ചായി മാറാനുള്ള ഒരു സുവർണ അവസരമാണ് ലൂയിസ് എൻട്രിക്ക് കിട്ടിയിരിക്കുന്നത്. ചങ്ങായി അതേപോലെ ടീം പ്ലെയേഴ്സിനെ കൊടുക്കുന്ന ആ ഒരു മോട്ടിവേഷൻ, അതേപോലെ ആ ഗ്രൗണ്ടിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. ഇവര് നമ്മളിപ്പോ കണ്ടില്ല, എന്നാലും വെറ്റിന്റെ ഒക്കെ ആ സെന്ററിലൂടെ ഒന്ന് പോക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവർ എവിടേക്കാ പാസ് കൊടുക്കുക, എവിടെ ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്രീ ആയി കിടക്കുന്ന ഭാഗത്തേക്ക് പാസ് കൊടുക്കും. പക്ഷെ അവിടെ പ്ലെയർ കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ട്.
ഫസ്റ്റ് ഹാഫിൽ തന്നെ ചുരുങ്ങിയതൊരു 4 ഗോള് 5 ഗോള് വീഴേണ്ട ചാൻസ് ഉണ്ടായിരുന്നു PSG. പക്ഷേ തിബോ കോർത്തോ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ഇല്ലെങ്കിൽ 2 സേവ് തന്നെ ഫസ്റ്റ് നീ കണ്ടു. 2 സേവാണ് 4 മിനിറ്റിനുള്ളിൽ 2 സേവാണ്. ആ സേവ് ഒക്കെ ഓർഡിനറി ഗോൾ കീപ്പറിനെ കൊണ്ട് പറ്റാത്ത സേവാണ്. അതിനുശേഷം ഒന്ന് ശ്രദ്ധിച്ചു, ഒരു 34-ാം മിനിറ്റിൽ എങ്ങനെയാ തോന്നുന്നുണ്ട്, ഡെംബലെ ഒരു പെനാൽറ്റി ബോക്സിന്റെ ഔട്ട് എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കോർണർ, കോർട്ടോ എക്സ്ട്രാ ടൈം കഴിയുന്ന തൊട്ട് മുമ്പാ തോന്നുന്നുണ്ട്, അത് കോർണറൊന്നും കൊടുത്തില്ല. കറക്റ്റ് ആയിട്ട് ആ ഒരു കിക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ കർവായിട്ട് വന്നിട്ട് ബോക്സിനുള്ളിൽ കയറുമ്പോഴാണ് കോർട്ട തട്ടിയിട്ട് പുറത്തിട്ടിട്ട് കോർട്ട ബോക്സിനുള്ളിൽ വീഴുന്നത്. പെനാൽറ്റി അല്ല, ഇതിന്റെ ബാക്കിൽ പോയി വീഴുന്നത്. അതെ, അത് കറക്റ്റ് ടോപ്പ് ബെഞ്ചിലേക്ക് വരുന്ന ബോളാണല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് ഗോൾ പോസ്റ്റ് കയറില്ല എന്ന് വിചാരിച്ച ബോളാണ്. ഫേസ് ടു ഫേസ് വന്നപ്പോ ടിബോ കോർട്ടോ ജസ്റ്റ് പുഷ് ചെയ്ത് ബാക്ക് നെറ്റിൽ പോയി ഇടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതേപോലെ തന്നെ ന്യൂനോ മെൻഡിസിന്റെ പെർഫോമൻസ്, ഹക്കീമയുടെ പെർഫോമൻസ്, ഇതൊന്നും എടുത്ത് പറയാനില്ല മക്കളെ. മൊത്തം ടീമും, അതേപോലെ നവാസ് ആയിക്കോട്ടെ, റൂബിൻ ഡിയാസ് ആണെന്ന് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത്. അതേപോലെ ഡോണറൂമയ്ക്ക് ഇന്ന് പിന്നെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള മെനക്കെടുന്ന മാർക്കിനസും ഡിഫൻസിലുള്ള ആരും അതിനുള്ള പണി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റ് ആയിട്ട്, അതുപോലെ ഡിഫൻസിൽ ഒരു പ്ലെയർ അറ്റാക്കിംഗിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴേക്കും ആരെങ്കിലും മിഡിൽ ആരെങ്കിലും എത്തി ഇവിടെ ആ ഒരു ഡിഫൻസിനെ ആ ബോൾ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിനൊന്നും ഒരു അപ്പൊ ഇനി അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗില് ആയിക്കോട്ടെ, ലീഗ് മത്സരത്തിൽ ആയിക്കോട്ടെ, PSG-യുടെ അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അവര് പുതിയ സൈന്യങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്ന അറിയില്ല. അതേപോലെ കവറാസ്കി നെപ്പോളിൽ നിന്ന് ലോണിലാവുന്നേക്ക് ഇനിയിപ്പോ ലോണില് ഇവിടെ ഉറപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തീർച്ചയായിട്ടും കവറാസ്കി അവർക്ക് മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും കവറാസ്കി ഇതിൽ കൂടുതൽ ട്രോഫി എടുത്തിട്ടുണ്ട് കേട്ടോ. നെപ്പോളിക്ക് വേണ്ടിയിട്ട് അവിടെ ലീഗ് ട്രോഫി നേടിയിട്ടുണ്ട് നെപ്പോളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും ഒരു നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഭയങ്കര നിരാശാജനകമായിരുന്നു മത്സരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് PSG-യുടെ കളി കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ PSG-യും ഗോൾ അടിക്കുന്നില്ല, എനിക്കിരുന്ന് ഉറക്കുന്നു തുടങ്ങി. അപ്പൊ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്ത മത്സരം ഇതിന്റെ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനല്, ക്ലബ് വേൾഡ് കപ്പ് വിപുലീകരിച്ച രീതിയിൽ ആരായിരിക്കും ഇതിന്റെ ചാമ്പ്യന്മാര്? നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSG ആണോ ചെൽസി ആണോ? അപ്പൊ ഒട്ടും ചെൽസി എന്തെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആര് ജയിക്കും, എത്ര ഗോൾ എന്നുള്ളത്. അപ്പൊ ഫാബിയാൻ റൂയിസ് ആണ് ഇന്ന് 2 ഗോളുകൾ അടിച്ച് മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മത്സരത്തെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇവിടെ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.